സബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളുടെ കേരള ബാങ്കിന്റെ സിലബസ് പ്രകാരമുള്ള യൂണിറ്റ് 10ലെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് എന്നുള്ള ആ ഭാഗത്തിലെ സർഫേസി ആക്ട് ആണ്. അപ്പൊ എന്താണ് സർഫേസി ആക്ട് എന്ന് നമുക്ക് നോക്കാം. സർഫേസി ആക്ട് എന്ന് പറഞ്ഞാൽ സർഫേസി ആക്ട് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ എക്സ്പാൻഷൻ നന്നായിട്ട് നമ്മൾ പഠിച്ചു പോകണം. അപ്പൊ സർഫേസി ആക്ട് 2002. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 2002 ഈ ആക്ട് നിലവിൽ വന്നത്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സർഫേസി ആക്ടിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന്റെയൊക്കെ പേരുകളൊക്കെ മാറ്റിയൊക്കെ കാണിക്കും. നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കും, സെക്യൂരിറ്റൈസേഷൻ എങ്ങനെ വായിച്ചു പോകും. അപ്പൊ ഓക്കെ, ആദ്യം കാണുന്ന ഏല് തന്നെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ നന്നായിട്ട് ഇരുത്തി വായിച്ചു പോകുക. അതേപോലെ തന്നെ ഇതിന്റെ മുഴുവനായിട്ടുള്ള എക്സ്പാൻഷൻ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ആ യൂണിറ്റ് 10ൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഉള്ള ആ ഭാഗം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 4 മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സർഫേസി ആക്ട് 2002 എന്ന് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഇത് എന്നാണ് ആരംഭിച്ചത്? നമുക്ക് സർഫേസി ആക്ട് 2002 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം 2002 അല്ലെ ഇത് ആരംഭിച്ചത്. 2002 enacted on 17th December 2002, commenced on 21st June 2002. അപ്പൊ എന്താണ് സർഫേസി ആക്ട്? കമൻസ്ഡ് ഓൺ 21st June 2002. കമൻസ്ഡ് ഓൺ 21st June 2002. enacted on 17th December 2002. enacted on 17th December 2002. കമ്മിറ്റി റിപ്പോർട്ട് ഏതൊക്കെ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾക്കനുസരിച്ചാണ് സർഫേസി ആക്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയുടെ 1ാമത്തെ കമ്മിറ്റി റിപ്പോർട്ടും 2ാമത്തെ കമ്മിറ്റി റിപ്പോർട്ടും റെക്കമെൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അന്ത്യാർജുന കമ്മിറ്റിയും നരസിംഹ കമ്മിറ്റിയുടെ 1-2 കമ്മിറ്റികളുടെയും റിപ്പോർട്ടിനെ ആസ്പദമാക്കിയായിട്ടാണ് സർഫേസി ആക്ട് നിലവിൽ വന്നത്. എന്താണ് ഈ സർഫേസി ആക്ട്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. It allows banks and financial institutions to auction properties when the borrower fails to repay their loans. എന്താണ് സർഫേസി ആക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ഞാൻ അത് ചുരുക്കമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഈസിയാണ്. അപ്പൊ നമ്മൾ എന്താണ് സർഫേസി ആക്ട്? എന്തോ സർഫേസി ആക്ട്, സെക്യൂരിറ്റൈസേഷൻ, റീകൺസ്ട്രക്ഷൻ, അങ്ങനെ എന്തോ പേരുകൾ. അങ്ങനെ ചിന്തിക്കാതെ സർഫേസി ആക്ട് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത്രയും പറയാനുള്ളൂ. നമ്മൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശിക വന്നു കഴിഞ്ഞ ആളുകളിൽ നിന്ന് അതിന്റെ റിക്കവറി കിട്ടുന്നതിന് വേണ്ടി ആ വസ്തുക്കൾ അവരുടെ പ്രോപ്പർട്ടീസ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം 2002 നിയമം വന്നതിന് ശേഷം ആ നിയമത്തിന് അനുസൃതമായിട്ടാണ് ബാങ്കുകൾ പിടിച്ചെടുക്കുന്നത്. ഈ നിയമത്തിന്റെ പേരാണ് സർഫേസി ആക്ട്. സർഫേസി ആക്ട് allows banks and financial institutions to auction properties when the borrower fails to repay their loans. കടക്കാർ അവരുടെ ലോണുകൾ റീപേ ചെയ്യാൻ പരാജയപ്പെടുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അത് ലേലം ചെയ്ത് അല്ലെങ്കിൽ അത് ഓപ്ഷനായിട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുവദിക്കുന്ന ഒരു നിയമമാണ് സർഫേസി ആക്ട്. Efficient or rapid recovery of non-performing assets of the bank and financial institutions. എന്താണ്? NPA ആയിട്ടുള്ള നോൺ പെർഫോമൽ അസറ്റുകളെ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് പിടിച്ചെടുക്കുന്നതിനുള്ള റാപ്പിഡ് ആയിട്ടുള്ള ടൂൾ ആണ്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് എന്ത് പറയുന്നത്? സർഫേസി ആക്ട് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സർഫേസി ആക്ട് റിലേറ്റ്സ് ടു റിക്കവറി ഓഫ് ഡെബ്റ്റ്സ്. കടങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർഫേസി ആക്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കടങ്ങളൊക്കെ
പിടിച്ചെടുക്കുന്നതുമായിട്ടാണ് സർഫേസി ആക്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സർഫേസി ആക്ട് ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. സർഫേസി ആക്ട് എന്ന് പറയുന്നത് NPA റിക്കവറിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു ടൂളാണ്. സർഫേസി ആക്ട് ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതനുസരിച്ച് ആൻസർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാം, അതേപോലെ തന്നെ എന്താണ് വൺ വേർഡുകളും ചോദിക്കുക. അപ്പൊ നമ്മൾ അതനുസരിച്ച് തന്നെ അതിന്റെ ആൻസർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ട്സ് തന്നിരിക്കുന്നത്. It is possible where non-performing assets are backed by securities charged to the bank by way of hypothecation or mortgage or assignment. Upon loan default, banks can seize the securities except agricultural land without intervention of the court. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യാണ്. എന്താന്ന് വെച്ചാല് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുള്ള ബാങ്കുകളിൽ നോട്ട് പെർഫോമിംഗ് അസറ്റ്സ്, അതായത് ബാങ്കുകളിലെ കസ്റ്റമേഴ്സ് ലോൺ ഒന്നും അടയ്ക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ബാങ്ക് ഹൈപ്പോത്തിക്കേഷൻ ആകാം, മോർട്ട്ഗേജുകളാകാം, വേറെ എന്തെങ്കിലും അസൈൻമെന്റുകളുള്ള ലോണുകളിൽ ആ ഡിഫോൾട്ട് വരുന്ന സമയത്ത് സെക്യൂരിറ്റികൾക്ക് സീസ് ചെയ്യാൻ പറ്റും, അതിന്റെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്യൂരിറ്റീസ് സർഫേസി ആക്ട് പ്രകാരം ചെയ്യുന്നത്. അത് എവിടെ പറ്റില്ല? എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിഭൂമികളിൽ ഒഴികെ എന്നാണ്. കൃഷിഭൂമികളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നമുക്ക് കോർട്ടിന്റെ ഓർഡർ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട് ആണ് സർഫേസി ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ട് പ്രകാരം കോർട്ടിന്റെ ഓർഡർ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ സീസ് ചെയ്യാൻ പറ്റും. SARFAESI is effective only for secured loans where bank can enforce the underlying security, example hypothecation, pledge and mortgage. In such cases, court intervention is not necessary unless the security is invalid or fraudulent. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുന്നുള്ളൂ. കോർട്ടിന്റെ ഇന്റർവെൻഷൻ ആവശ്യമില്ല. അതേപോലെ തന്നെ സെക്യൂർഡ് ആയിട്ട് ലോണുകൾ, അൺസെക്യൂർഡ് ലോണുകൾക്ക് പറ്റില്ല. സെക്യൂർഡ് ലോണുകൾക്കുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണിത്. അവരെന്തെങ്കിലുമൊക്കെ, അതായത് കസ്റ്റമേഴ്സ് അടയ്ക്കാതെ NPA ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയുള്ള ഒരു ടൂളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ സെക്യൂർഡ് ലോൺസ്. എന്താണ് സർഫേസി ആക്ട് എന്തിനാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? അത് സെക്യൂർഡ് ലോൺസിനാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. However, if the asset in question is an unsecured asset, the bank would have to move the court to file civil case against the defaulters. അതായത് അൺസെക്യൂർഡ് ലോണുകൾ ആണെങ്കിൽ അത് സിവിൽ കോർട്ടിനെ തന്നെ പോയിട്ട് സിവിൽ കോർട്ട് മുഖേന തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. സെക്യൂർഡ് ലോൺസുകൾക്ക് മാത്രമേ ഈ പറയുന്ന സർഫേസ് ആക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അല്ലാതെ അൺസെക്യൂർഡ് ലോണുകൾ ആണെങ്കിൽ അതിൽ ചെയ്യേണ്ടത് സിവിൽ കോർട്ട് മുഖേനയാണ് ചെയ്യേണ്ടത്. അപ്പൊ സർഫേസ് ആക്ട് കോർട്ടിന്റെ ആവശ്യമില്ല. ഈ ആക്ട് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് സർഫേസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. The SARFAESI Act 2002 gives powers of cease and desist to banks. SARFAESI Act 2002 deemed to have come into force on 21 June 2002. SARFAESI Act 2002 provides power to bank or financial institution to seize the property of defaulting borrower. അതായത് ഈ 2002 സർഫേസി ആക്ട് വരുന്നതിന് മുമ്പ് ബാങ്കുകൾക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞ്, ബാങ്കുകളിൽ കസ്റ്റമേഴ്സ് അടയ്ക്കാതെ NPA വന്ന് അങ്ങനെ ഡിഫോൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കോടതിയിൽ പോയി കോടതി വിധിയൊക്കെ വേണ്ടി വരും. ഈ ആക്ട് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താന്ന് വെച്ചാല് ഈ സർഫേസി ആക്ട് 2002 ഒരു പ്രത്യേക ഒരു പവർ കൊടുത്തിരിക്കും, സീസ് ആൻഡ് ഡെസിസ്റ്റ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ബാങ്കുകൾ അതായത് ഒരു പ്രത്യേക പവർ കൊടുത്തു, നമുക്ക് കോർട്ടിലൊന്നും പോവാതെ തന്നെ സീസ് ചെയ്യാം, അതായത് റിക്കവറികൾ നടത്താൻ പറ്റുന്ന ഒരു പവറാണ് കൊടുത്തത്. ആ ആക്ട് 21/6/2002 മുതലാണ് നിലവിൽ വന്നത്. സർഫേസ് ആക്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടികൾ ബോറോവർ വായ്പക്കാരൻ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീസ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് തന്നെയാണ് സർഫേസ് ആക്ട് പറയുന്നത്. നമ്മൾ ആ ഒരു പോയിന്റിനെ തന്നെ പല രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്.
As per SARFAESI Act 2002 procedure, banks issues notices to the defaulting borrowers to discharge their liability within 60 days period. അതായത് ഈ സർഫാക്സി ആക്ടിന്റെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലയബിലിറ്റികൾ 60 ദിവസത്തെ പീരീഡിനുള്ളിൽ തന്നെ ആ പ്രൊസീജിയറുകൾ ബാങ്കുകൾക്ക് ചെയ്യാം. അതായത് സർഫാക്സി ആക്ടിന്റെ ആ ഒരു പരിധിയിലേക്ക് വന്ന്, അതായത് ഡിഫോൾട്ട് വന്ന് ഇത്ര കാലം വന്ന് ആ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് 6 മാസത്തോളം അടയ്ക്കാതെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് സർഫേസ് ആക്ട് നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നത്. ആ ആക്ട് പ്രകാരം വന്നു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ഈ ലയബിലിറ്റി തിരിച്ചെടുക്കാനുള്ള പ്രൊസീജിയറുകൾ ആരംഭിക്കാം. സർഫേസ് ആക്ട് 2002 രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ബൈ ദി RBI. സർഫേസ് ആക്ട് എന്താണ് അതിന്റെ ഇത് വരുന്നത് എന്താണ്? രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. RBIയുടെ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിലാണ് സർഫാക്സി ആക്ട് 2002 വരുന്നത്. അതാണ് ARC ഫയൽ ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ല, വേറൊന്നുമില്ല കേട്ടാ. നമ്മൾ ഈ പ്രകാരമുള്ള ഇത് ചെയ്യുന്നത് ARC എന്നാണ് ഈ പറയുന്നത് കേട്ടാ. അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ARC ആണ്. ബാങ്കുകളിലൊക്കെ എപ്പോഴും പറയില്ല ARC ഫയൽ ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന്റെ പ്രകാരമാണ് സർഫാക്സ് അതിന്റെ ആ പ്രകാരമുള്ള ഇത് വരുമ്പോൾ കുടിശ്ശികകൾ വരുമ്പോൾ ARC വന്ന കുടിശ്ശികളൊക്കെ വരുമ്പോൾ നമ്മൾ സർഫാക്സി ആക്ട് ഫയൽ ചെയ്യും കേട്ടോ. അത് RBIയുടെ കൺട്രോളിലാണ് വരുന്നത്. The provisions of SARFAESI Act apply to outstanding loans of above ₹1 lakh. അതായത് 1 ലക്ഷം രൂപ ലോണുകൾ ഔട്ട്സ്റ്റാൻഡിങ് 1 ലക്ഷം രൂപ വരുന്നിടത്താണ് സർഫാക്സി ആക്ട് നമ്മൾ അതിന്റെ പ്രൊവിഷൻ ഉള്ളത്. അതായത് 1 ലക്ഷത്തിന് താഴെയുള്ള ലോണുകളിൽ സർഫാക്സി ആക്ട് നമുക്ക് അപ്ലിക്കബിൾ അല്ല. ബാങ്കിന്റെ വരുന്നുണ്ട്. നമുക്ക് സമയമില്ല, അപ്പൊ ഇതൊന്നും നോക്കി നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലാസ് എടുക്കുന്നു. നിങ്ങൾ ക്ലാസ് മാത്രം ശ്രദ്ധിക്കാം കേട്ടോ. The provisions of SARFAESI Act apply to outstanding loans above ₹1 lakh. ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെ 1 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് വന്ന ലോണുകൾക്ക് മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ. SARFAESI Act 2002 efficient or rapid recovery of NPAs of the banks and FIS. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാവാം, അതുപോലെ തന്നെ ബാങ്കുകളാവാം, അവർക്ക് എന്താണ് റാപ്പിഡ് ആയിട്ടുള്ള റിക്കവറിക്കുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ടൂളാണ് സർഫാക്സി ആക്ട് 2002. സർഫാക്സി ആക്ട് ഈസ് എഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. Kerala State Cooperative Bank, District Cooperative Bank and Urban Cooperative Banks are entitled to the provision of SARFAESI Act. SARFAESI Act ഏതൊക്കെ ബാങ്കുകൾക്കാണ്? അർബൻ ബാങ്കുകൾക്കുണ്ട്, അതുപോലെ തന്നെ ജില്ലാ ബാങ്കുകൾ. ഇപ്പൊ നമ്മൾക്ക് എവിടെ ഇല്ലെങ്കിലും എന്താണ് അതർ സ്റ്റേറ്റുകൾ ജില്ലാ ബാങ്കുകളുണ്ട്. അപ്പൊ ആ ജില്ലാ ബാങ്കുകൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ ഈ സർഫാക്സി ആക്ടിന്റെ പരിധിയിൽ വരുന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ദി പ്രൊവിഷൻ ഓഫ് സർഫാക്സി ആക്ട്. Applicable to cooperative societies with effective from 20th January 2003. 2002 2002 ജൂൺ 21 സർഫാക്സി ആക്ട് നിലവിൽ വരുന്നത്. 2003 ജനുവരി 28 മുതൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്താണ് സർഫാക്സി ആക്ട് അപ്ലിക്കബിൾ ആയി വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണ് സർഫാക്സി ആക്ട് നിലവിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് 2003 ജനുവരി 28 മുതൽ തന്നെ അപ്ലിക്കബിൾ ആണ്. സർഫാക്സി ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലോൺസ് ബിലോ ₹1 lakh. 1 lakh താഴെയുള്ള ലോണുകൾക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. For initiating recovery of proceedings under SARFAESI Act, the minimum amount outstanding in the account should be ₹1 lakh. 1 ലക്ഷം രൂപ താഴെയുള്ള, അതായത് ഒരാൾ 1 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ഓക്കെ, അതിന് താഴെ ഇത്ര 90,000 രൂപ ലോൺ എടുത്തിട്ടുള്ളെങ്കിൽ ആൾക്ക് അപ്ലിക്കബിൾ അല്ല സർഫാക്സി ആക്ട്. അതേപോലെ തന്നെ പറയുന്നത് എന്താണ്? 1 ലക്ഷത്തിന് താഴെ ഔട്ട്സ്റ്റാൻഡിങ്, ഒരാൾക്ക് 1 ലക്ഷത്തിന് താഴെയാണ് ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നുണ്ടെങ്കിലും സർഫാക്സി ആക്ട് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ എടുത്തു, അയാൾ അടച്ച് 1 ലക്ഷം രൂപ 95,000 രൂപ അല്ലെങ്കിൽ 55,000 രൂപയ്ക്കുള്ള ആൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ ആൾക്ക് സർഫാക്സി ആക്ട് അപ്ലിക്കബിൾ അല്ല. സർഫാക്സി ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ലോൺ ഡെപ്റ്റ്സ് ബിലോ 20% ഓഫ് ദി ഗിവൺ ലോൺ എമൗണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഒരാളെടുത്ത ലോണിന്റെ 20% താഴെയാണ് ആൾ കിടക്കണതെന്നേക്ക്. ഒരാൾ ലോൺ എടുത്തു, അതിന് 20% താഴെയാണ് ആളുടെ കുടിശ്ശിക എന്ന് പറഞ്ഞാലും അത് അപ്ലിക്കബിൾ അല്ല. 3 കേസ് നോക്കുക. 1 ലക്ഷം രൂപ താഴെ ലോൺ എടുത്ത ആളുകൾക്ക് അപ്ലിക്കബിൾ അല്ല. ഔട്ട്സ്റ്റാൻഡിംഗ് 1 ലക്ഷം താഴെയുള്ള ആളുകൾക്ക് അപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ആളെടുത്ത ലോണിന്റെ 20% താഴെയാണ് കുടിശ്ശികയെങ്കിലും അവർക്കും അപ്ലിക്കബിൾ അല്ല.
ഇതൊക്കെ ചിലപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ ചിലപ്പം നമുക്ക് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ട്ടോ. അസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈസ് സോട്ട് ഫോർ ടേക്കിംഗ് ഫിസിക്കൽ പൊസഷൻ അണ്ടർ സർഫേസി ആക്ട്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് കോർട്ടിന്റെ ഒരു ഉത്തരവുകളും സർഫേസി ആക്ട് ആപ്ലിക്കബിൾ ആവുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ സർഫേസി ആക്ട് നമ്മൾ എന്താ പറയാ ആക്ടിന് പ്രകാരം ജപ്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫിസിക്കൽ പൊസഷന്റെ ടൈമിൽ ഒരു മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കണം. അവരുടെ അസിസ്റ്റൻസുകൾ നമ്മൾ വാങ്ങിച്ചിരിക്കണം. അസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈസ് സോട്ട് ഫോർ ടേക്കിംഗ് ഫിസിക്കൽ പൊസഷൻ അണ്ടർ സർഫേസി ആക്ട്. The assistance of district magistrate is sought for taking physical possession under Surface Act. The Ministry of Finance void its notification dated 24th February 2020. The Ministry of Finance void its notification dated 24th February 2020. അതായത് 2020 ഫെബ്രുവരി 2020 മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് കുറച്ച് നോട്ടിഫിക്കേഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2020 ഫെബ്രുവരി 24 മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോൺ ഫിനാൻഷ്യൽ NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സ് ഉണ്ട്. NBFC having asset full size of ₹100 crores more and amount of debt less than 50 lakhs, NBFC is eligible to consider as financial institution under Surface Act is not to be enforced on agricultural land. അപ്പൊ നമ്മൾ ബാങ്കിങ് ഫിനാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിന്റെ കാര്യത്തിൽ നോക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ് ഹാവിംഗ് അസറ്റ് ഫുൾ സൈസ് ഓഫ് ₹100, അതായത് അവരുടെ അസറ്റ്, അവർക്ക് അസറ്റ് ആയിട്ട് 100 കോടി രൂപ, എന്നാൽ അസറ്റ് 100 കോടി രൂപയും അതുപോലെ തന്നെ അവരുടെ ഡെറ്റ്, കടങ്ങളുടെ ബാധ്യത, കുടിശ്ശികയില്ല, ഡെറ്റ്, അതൊക്കെ ലയബിലിറ്റി എന്ന് പറയുന്നത് 50 ലക്ഷത്തില് താഴെയുമാണെങ്കിൽ അങ്ങനെയുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ മാത്രമാണ് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്നത്. എന്താണ്? 100 കോടിയിൽ കൂടുതൽ അവർക്ക് അസറ്റും ലയബിലിറ്റി സൈഡ്, അത് ഡെപ്റ്റ്, ആ ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കുറവുമുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ മാത്രമാണ് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 100 കോടി അവരുടെ അസറ്റ്, 100 കോടി കൂടുതൽ അസറ്റ് സൈഡ് വേണം. ലയബിലിറ്റി എന്ന് പറയുന്നത് കടങ്ങളൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ 50 ലക്ഷം താഴെയും വന്നാൽ മാത്രമാണ് അങ്ങനത്തെ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ മാത്രമാണ് എന്ത് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. പ്രത്യേകം പറയാ, ഈസ് നോട്ട് ടു ബി എൻഫോഴ്സ്ഡ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ്, കൃഷിഭൂമി അതിൽ ഉൾപ്പെടുന്നതല്ല. നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ with asset size of ₹100 crore more are eligible NBFCs that are covered under the Surface Act to enforce security interest on debts amounting at least ₹50 lakh. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നോൺ ബാങ്ക് ഫിനാൻസ് കോർപ്പറേഷനിൽ എന്താണ് 100 കോടി അസറ്റ് സൈസ്, 50 കോടി താഴെ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി എടുത്ത് പറഞ്ഞോളൂ. നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ having an asset size of less than ₹100 crore. ശ്രദ്ധിക്കുക, നോൺ ബാങ്കിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മോർ ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ 100 കോടി. ആൻഡ് ദി എമൗണ്ട് ഓഫ് ഡെറ്റ്സ് ഇസ് മോർ ദാൻ 50 lakh. ഡെറ്റ് സൈഡ് ലെസ് ദാൻ 50 lakh വേണ്ടത് മോർ ദാൻ 50 lakh. കേസിലാണെങ്കിൽ ദ NBFC is not eligible to the classified as a financial institution under the സർഫേസി ആക്ട്. നേരത്തെ പറഞ്ഞതിന് നേരത്തെ ഓപ്പോസിറ്റ്. എന്താണ് പറയുന്നത്? അസറ്റ് സൈസ് കുറയുന്നു 100 കോടിനേക്കാളും, ഡെറ്റ് സൈഡ്സ് 50 കോടിനേക്കാൾ കൂടുന്നു. അങ്ങനെ വന്നാൽ സർഫേസി ആക്ട് അവിടെ പരിധിയിൽ പെടുന്നില്ല, നോട്ട് എലിജിബിൾ അല്ല, ക്ലാസിഫൈ ചെയ്തിട്ടില്ല. നന്നായിട്ട് വായിച്ചു വെക്കും, മനസ്സിലാക്കാം കേട്ടോ. And NBFCs have an asset size ₹100 crore. അതായത് 100 കോടിനേക്കാളും കൂടുതൽ അസറ്റ് സൈസ് ഉണ്ട്. ആൻഡ് എമൗണ്ട് ഡെറ്റ് ഇസ് മോർ ദാൻ 50 lakh. അവരുടെ ഡെറ്റ് സൈസ് 50 ലക്ഷത്തിനേക്കാളും കൂടുതലാണ്, അതായത് 2 കൂടുതലാണെങ്കിൽ the NBFC is a financial institution under Surface Act. The amount of debt is above the benchmark of ₹50 lakh. Thus the NBFC can enforce security interest on such debt. അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എന്താണ്, ഈ NBFCs എന്ന് പറഞ്ഞില്ലേ, ഈ NBFCs എന്നോട് ഇതിന് മേലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ സർഫേസി ആക്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അവര് സമ്മതിക്കാമെന്നുള്ള ഉറപ്പുമില്ല. അത് സർഫേസി ആക്ടിന്റെ നിബന്ധനകൾ പ്രകാരമുള്ള
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സർട്ടിഫൈ ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്നുള്ള ആ ഒരു കണ്ടീഷൻ മുകളിൽ ആ ബെഞ്ച് മാർക്ക് മുകളിൽ വേണമെങ്കിൽ ഇതിനെ ഉൾപ്പെടുത്താം. CERSAI was established as per the amendments of Surface Act took place 2020. CERSAI എന്ന് വെച്ചാല് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ 2020 ജനുവരി 24 വന്നതാണ്. എന്താണ് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് CERSAI. സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ 2020 ജനുവരി 24 നിലയിൽ വന്നത്. അത് CERSAI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ അമെന്റ്മെന്റ്സ് ഓഫ് സർഫാസി ആക്ട് ടുക്ക് പ്ലേസ് ഇൻ 2020. CERSAI സർഫാസി ആക്ട് 2020 കുറച്ച് അമെന്റ്മെന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കുക. നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക് എന്ന് വെച്ച രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് കേരള ബാങ്ക് ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഡീറ്റെയിൽ നോട്ടായിട്ടും മറ്റുള്ള ക്ലാസ്സുകളായിട്ടും ഞാൻ ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുമായിട്ടായാലും അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം.